ഓക്കെ. ഇന്ന് നമ്മള് മൊഡ്യൂൾ 4ലേക്ക് കടക്കാണ്. അപ്പൊ മൊഡ്യൂൾ 1, 2, 3 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് കംപ്ലീറ്റ് എല്ലാ പോർഷൻസ് ഒന്നും നമ്മൾ വൺസ് നമുക്ക് സിലബസ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് റിട്ടേൺ വരാം ട്ടോ. റിവിഷൻ ആയിട്ട് റിട്ടേൺ വരാം. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 4 നോക്കാം. മൊഡ്യൂൾ 4ൽ വരുന്നത് ഉം, അതായത് മെയിൻലി ഇറ്റ് ഈസ് അബൌട്ട് റിനൈസൻസ് പീരിയഡിൽ വരുന്ന പ്രോസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. അപ്പൊ അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫിഗർ ആണ് ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്നത്. ഫിലിപ്പ് സിഡ്നി ആൻഡ് ഹിസ് മേജർ പ്രോസ് വർക്ക് സിഡ്നി അപ്പോളജി ഫോർ പോയട്രി. സിഡ്നി എഴുതിയിട്ടുള്ള അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന പ്രോസ് വർക്കുമാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോ റിനൈസൻസ് പീരിയഡിലെ വൺ ഓഫ് ദ പ്രോമിനന്റ് ഫിഗർ ആണ് ആര്? ഫിലിപ്പ് സിഡ്നി. എമംഗ് ഷേക്സ്പിയർ, എഡ്മണ്ട് സ്പെൻസർ അങ്ങനെ വരുന്ന മേജർ ഫിഗേഴ്സിന്റെ കൂടെ തന്നെ വൺ ഓഫ് ദ പ്രോമിനന്റ് ഫിഗർ ആണ് ഫിലിപ്പ് സിഡ്നി. അപ്പൊ ഫിലിപ്പ് സിഡ്നിന്റെ ചെറിയൊരു ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. ഹി ഈസ് ബോൺ ഇൻ 1554. 1554 നവംബർ 30 ആണ് ജനിച്ചിട്ടുള്ളത്. ആൻഡ് ഡൈഡ് ഇൻ 1586. ഓക്കെ. ഫിലിപ്പ് സിഡ്നി ഒരു കോർട്ടിയർ ആണ്, ഇംഗ്ലീഷ് പോയറ്റ് ആണ്, കോർട്ടിയർ ആണ്. കോർട്ടിയർ ഇൻ ദ സെൻസ് ഒരു ഹി വാസ് ബോൺ ഇൻ എ നോബിൾ ഫാമിലി. വളരെ നോബിൾ ആയിട്ടുള്ള റോയൽ ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കോർട്ടിയർ ആയിരുന്നു. ഹി വാസ് എ മെമ്പർ ഓഫ് റോയൽ പാർലമെന്റ്. ഓക്കെ. റോയൽ ഫാമിലിയിലുള്ളതാണ്. റോയൽ പാർലമെന്റിന്റെ മെമ്പർ ആണ്, പോയറ്റ് ആണ്, സ്കോളർ ആണ്, സോൾജിയർ ആണ്. അങ്ങനെ ഒരുപാട് മേഖലയില് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിന് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്താണ് റിട്ടേൺ വർക്ക്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. റിട്ടേൺ വർക്ക്സിന് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ദെൻ മരണത്തിന് ശേഷമാണ് ഓൾ ദ വർക്ക്സ് ഹാസ് പോസ്റ്റ്മസ്ലി പബ്ലിഷ്ഡ്. ഓക്കെ. അപ്പോ ബോൺ ഇൻ നവംബർ 30, 1554. 1554 നവംബർ 30 ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. കെന്റ് കേട്ടിട്ടില്ലേ? ഇംഗ്ലണ്ടിലെ കെന്റിലാണ് ജനിച്ചിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ഡൈഡ് ഇൻ ഒക്ടോബർ 17. ഒക്ടോബർ 17, 1586. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓൺലി ഹി വാസ് ഏജ്ഡ് 31. 31 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഇതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോകും. എങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം അത് അവരുടെ വർക്ക്സ് അഡ്മയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ഗ്രേറ്റ്നെസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ജോൺ കീറ്റ്സ് ഒക്കെ 25 വയസ്സാകുമ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അഭിപ്രായപ്പെടുന്ന ക്രിട്ടിക്സ് ഒക്കെ അഭിപ്രായപ്പെടാറുണ്ട് ജോൺ കീറ്റ്സ് ഒക്കെ ഒരു ഓൾഡ് ഏജിലാണ് മരിക്കുന്നതെങ്കിൽ ഷേക്സ്പിയറിന്റെ മേലെ പോകുമായിരുന്നു അല്ലേ? 25 വയസ്സാകുമ്പോഴേക്കും മരിച്ചെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ വർക്ക്സ് ഒക്കെ അഡ്മയർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ് കാണിക്കുന്നത്. അവരിൽ ഒരാളാണ് ആരും? ഫിലിപ്പ് സിഡ്നി. 31 വയസ്സാകുമ്പോഴേക്കും മരിച്ചെങ്കിൽ പോലും അവരുടെ വർക്ക്സിന് ഇത്രയും റെലവൻസ് ഉണ്ട് ഇന്നും. അറ്റ് പ്രസന്റ് ഓൾസോ their വർക്ക്സ് ആർ ബീങ് അപ്രീഷിയേറ്റഡ്. അപ്പോ ബറീഡ് ഇൻ ഓൾഡ് സെന്റ് പോൾസ് കത്തീഡ്രൽ, ലണ്ടൻ. അപ്പൊ ഇതുപോലെയുള്ള മേജർ റൈറ്റേഴ്സ് ഒക്കെ എവിടെയാണ് ബറി ചെയ്തത്? ഡെത്ത് ഡേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ബറീഡ് ഇൻ ഓൾഡ് സെന്റ് പോൾ കത്തീഡ്രൽ. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒരുപാട് വർക്ക്സ് ഒന്നും ഇല്ലെങ്കിലും പ്രോമിനന്റ് ആയിട്ട് വരുന്ന ചില റൈറ്റിംഗ്സ് ഉണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് സോണറ്റ് സ്വീക്വൻസ്. 108 ലവ് പോംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സോണറ്റ് സ്വീക്വൻസ് ഇറക്കിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്നത് ഈ പോംസ് ആണ്. സോണറ്റ്സ് ആണ് കേട്ടോ. സോണറ്റ് എഴുതിയിട്ടുള്ളത് പെട്രാർക്കൻ ഫോമിലാണ്. പെട്രാർക്കൻ സോണറ്റിന്റെ റൈം സ്കീം എന്താണ്? അബ്ബ അബ്ബ. ആ ഒരു റൈം സ്കീം ഫോളോ ചെയ്തിട്ടാണ് ഫിലിപ്പ് സിഡ്നി എന്ത് ചെയ്തിട്ടുള്ളത്? സോണറ്റ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. പെട്രാർക്കൻ സോണറ്റ് ആണ് ഫിലിപ്പ് സിഡ്നി ഫോളോ ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല. ആസ്ട്രഫൻ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബയോഗ്രഫി
പൊളിറ്റിക്കൽ എലമെന്റ്സ് വരുന്ന ഒരു പോമാണ് ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല. ആസ്ട്രോഫൽ എന്ന് പറഞ്ഞാല് സ്റ്റാർ ലവർ എന്നാണ്. സ്റ്റാർ ലവർ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്നത് ഒരു ലേഡീനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റെല്ല മേ ബി ഹിസ് ലവർ. സ്റ്റെല്ല എന്ന് പറയുന്നത് ഒരു സ്റ്റാറിന്റെ നെയിമാണ്. അപ്പൊ ആസ്ട്രഫർ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ തന്നെയാണ് സ്റ്റാർ ലവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റെല്ല ഇസ് എ സ്റ്റാർ. അപ്പൊ സ്റ്റാർ ലവർ ആൻഡ് സ്റ്റാർ എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ദ ഡിഫൻസ് ഓഫ് പോയസി എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസ് വർക്കാണ്. ആൻഡ് വേറൊരു പാസ്റ്ററൽ റൊമാൻസ് എഴുതിയിട്ടുള്ളത് ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ. ഇത് ഒരു പാസ്റ്ററൽ റൊമാൻസ് ആണ്. പാസ്റ്ററൽ റൊമാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂറൽ ആയിട്ടുള്ള വില്ലേജേഴ്സ് ആയിട്ടുള്ള ഷെഫേർഡ്സിന്റെ ഒക്കെയാണ് ഈ പാസ്റ്ററൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഷെഫേർഡ്സ് തന്നെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരണം എന്നില്ല. വളരെ റൂറൽ ആയിട്ടുള്ള സെറ്റിങ്സിൽ എഴുതുന്ന പോംസിനാണ്. ആൻഡ് ദാറ്റ് ഓൾസോ ടെൽസ് എ സ്റ്റോറി ഓഫ് റൊമാൻറ്റിക് സ്റ്റോറി. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സെറ്റിംഗിൽ എഴുതിയ ഒരു പോമാണ് ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ 108 ലവ് സോണറ്റ്സ് ആണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഷേക്സ്പിയറിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഗ്രേറ്റസ്റ്റ് എലിസബത്തിയൻ സോണറ്റിയർ ആയിട്ടാണ് സിഡ്നിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ സോണറ്റും വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ സിഡ്നിന്റെ സോണറ്റ്സും എന്ത് ചെയ്യാറുണ്ട്, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർക്ക് ഈ 108 സോണറ്റ് ഉണ്ടല്ലോ, ഇതില് മൊത്തമായിട്ടും തീമായിട്ട് വരുന്നത് ലവ് ആണ്. തീമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ലവ് സോണറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ എന്ന് പറയുന്ന വർക്ക്, ഓക്കെ, ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ എന്ന് പറയുന്ന ആർക്കേഡിയ എന്നാണ് അത് പറയാറുള്ളത്. അതിന്റെ ഫുൾ നെയിം ആണ് ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക് അദ്ദേഹത്തിന്റെ, അതായത് ഫിലിപ്പ് സിഡ്നിന്റെ മിസ്ട്രസിനെ പറ്റിയിട്ടുള്ള പോമാണ്. ഓക്കെ, ഈ പോം മിസ്ട്രസിന്റെ പേര് ലേഡി പെൻലോപ്പ് റിച്ച് എന്നാണ്. ഈ ലേഡി പെൻലോപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയാ, അവരുടെ ഒരു ലവ് തീമായിട്ട് വരുന്ന പോമാണ് ആർക്കേഡിയ. ഈ വർക്ക് പിന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആർക്കാണ്? ഫിലിപ്പ് സിഡ്നിന്റെ വൈഫിനാണ്. ക്ലിയർ ആണോ പോയിന്റ്? രണ്ട് പേഴ്സണാലിറ്റീസ് ആണെന്ന് ഓർക്കണം. ഫിലിപ്പ് സിഡ്നിന്റെ വൈഫിന്റെ പേരെന്താണ്? ഫ്രാൻസസ് ബർക്ക് എന്നാണ്. ഫ്രാൻസസ് ബർക്ക്. അപ്പൊ ഇവര് സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഇവർക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഇവര് സെപ്പറേറ്റ് ആവുന്നുണ്ട്. അപ്പൊ റീസൺ എന്താണെന്നുള്ളത് എന്താണ് അൺറിവീൽഡ് ആണ്, അവരുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ. പക്ഷെ ഈ ഒരു റീസൺ കൊണ്ടൊക്കെ ആയിരിക്കും. അതായത് ആരെങ്കിലും സഹിക്കുന്ന കാര്യമാണോ? വേറെ ലവറിന് വേണ്ടിയിട്ട് എഴുതിയപ്പോ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? വൈഫിനാണ്. അപ്പൊ അത് ഇങ്ങനെ അങ്ങനെയാണെന്നല്ല ട്ടോ. അത് നമുക്കത് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ട്ടോ. അപ്പോ ആർക്കേഡിയ എന്ന് പറയുന്ന വർക്ക് അദ്ദേഹത്തിന്റെ മിസ്ട്രസിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. പക്ഷെ അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വൈഫിനാണ്. വൈഫിന്റെ പേര് ഫ്രാൻസിസ് ബർക്ക് എന്നാണ് ട്ടോ. എഡ്മണ്ട് സ്പെൻസർ ഉണ്ടല്ലോ, നമ്മള് സ്പെൻസറിന്റെ സോണറ്റും സ്പെൻസറിയൻ സോണറ്റ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സ്പെൻസർ എഴുതിയ വർക്കാണ് ഷെഫേർഡ്സ് കാലണ്ടർ അല്ലെ? ഷെഫേർഡ്സ് കാലണ്ടർ എന്ന് പറയുന്ന വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫിലിപ്പ് സിഡ്നിക്കാണ്. ഷെഫേർഡ്സ് കാലണ്ടർ. ഈ ഷെഫേർഡ്സ് എന്ന് ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ വരുന്നത് ആരാണ്? ഫിലിപ്പ് സിഡ്നി ആണ് ട്ടോ. ഷെഫേർഡ്സ് കാലണ്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ, ഫിലിപ്പ് സിഡ്നിന്റെ, ഇവര് ദേവർ ഫ്രണ്ട്സ്. അവര് വൺസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവര് ഫ്രണ്ട്സ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഐഡിയോളജീസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഈ ഷെഫേർഡ്സ് കാലണ്ടർ എന്ന് പറയുന്ന വർക്ക് ഫിലിപ്പ് സിഡ്നിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഫിലിപ്പ് സിഡ്നിയാണ് അതിലെ തീം വരുന്നത്. ഈ ഷെഫേർഡ് എന്ന് പറയുന്നത് ഫിലിപ്പ് സിഡ്നിനെയാണ്. ഈ വർക്ക് സ്പെൻസർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്കാണ്? ഫിലിപ്പ് സിഡ്നിക്കാണ്. ഓക്കെ അല്ലേ? നമുക്ക് പഠിക്കാനുള്ളത് അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസ് വർക്കാണ്. ഇതിന്റെ വേറൊരു പേരാണെന്ത്? ദ ഡിഫൻസ് ഓഫ് പോയസി. ആൻ അപ്പോളജി ഫോർ പോയട്രി, ദ ഡിഫൻസ് ഓഫ് പോയസി എന്ന് പറയുന്നത്, ഇത് രണ്ട് ടൈറ്റിലാണ് കേട്ടോ. രണ്ടും ഒരേ വർക്കാണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ മാറിപ്പോകരുത്. ചിലപ്പോൾ അത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിഫൻസ് ഓഫ് പോയട്രി എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടേക്കാം. ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് വേറെ വർക്കാണ്.
അത് ഷെല്ലി എഴുതിയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ വർക്കാണ് ഡിഫൻസ് ഓഫ് പോയട്രി. ഇത് മാറിപ്പോകരുത്. ആൻ അപ്പോളജി ഓഫ് പോയട്രി. അതിന്റെ വേറൊരു പേരാണത് ഡിഫൻസ് ഓഫ് പോയസി. ഡിഫൻസ് ഓഫ് പോയട്രി ഒരു ക്രിറ്റിസിസം വർക്കോ അങ്ങനെ എന്തോ അല്ലേ? അതെ, ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഷെല്ലിന്റെ പി.ബി. ഷെല്ലി ഇല്ലേ, പി.ബി. ഷെല്ലിന്റെ ഒരു ക്രിറ്റിസിസം വർക്കാണ് ഡിഫൻസ് ഓഫ് പോയട്രി. അത് മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി എഴുതപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് 1518ലാണ്. 1580. അത് എപ്പോ എഴുതി എന്നുള്ളത് ക്ലിയർ അല്ല, കാരണം എഴുതിയ ആ വർഷം തന്നെ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. ദിസ് വർക്ക് പബ്ലിഷ്ഡ് ഇൻ 1595. 1595ലാണ് എന്ത് ചെയ്യുന്നത്, ആൻ അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഓക്കെ, അപ്പോ ഈ ഒരു വർക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാല് ഗോസോൺ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സ്റ്റീഫൻ ഗോസോന്റെ ഒരു വർക്കാണ് ദ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്നത്. ഒരു പോമാണ് ദ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന വർക്ക്. പിന്നെ എഴുതിയിട്ടുള്ളത് സ്റ്റീഫൻ ഗോസോൺ എന്ന് പറയുന്ന ഒരാളാണ്. ആ ആള് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പോയട്രീനെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഒരു പോയട്രീനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പോം തന്നെ എഴുതിയിട്ട് അതിൽ തീം വരുന്നത് എന്താണ്, പോയട്രീനെ സറ്റയർ ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക. ആ ഒരു വർക്കാണ് എന്ത്, ദ സ്കൂൾ ഓഫ് അബ്യൂസ്. അപ്പൊ ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഓരോ ആർഗ്യുമെന്റിനുള്ള ഒരു റിപ്ലൈ എന്നോണം ഫിലിപ്പ് സിഡ്നി എഴുതിയിട്ടുള്ള വർക്കാണ് ആൻ അപ്പോളജി ഫോർ പോയട്രി. ഈ അപ്പോളജി ഫോർ പോയട്രി എഴുതാനുള്ള കാരണം തന്നെ എന്താണ്, ദ സ്കൂൾ ഓഫ് അബ്യൂസ് റിട്ടൺ ബൈ സ്റ്റീഫൻ ഗോസോൺ. ഓക്കെ അല്ലെ? ഇറ്റ് ഈസ് was at least partly motivated by Stephen Gozon, ഒരു playwright ആണ്, who dedicated his attack on the English stage, the school of abuse, to Sydney in 1579. 1579ലാണ് സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് തൊട്ടടുത്ത വർഷം തന്നെ ആര് എഴുതിയിട്ടുണ്ട്, സിഡ്നി 1580 ഡിഫൻസ് ഓഫ് പോയസി എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി നമ്മളെ അറ്റാക്ക് ചെയ്ത് ആരെങ്കിലും ചെയ്ത് നമ്മൾ ഉറപ്പായിട്ടും അതിനൊരു റിപ്ലൈ കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്കാണ് എന്ത്, ആൻ അപ്പോളജി ഓഫ് പോയട്രി. അപ്പൊ ഈ ഒരു വർക്കില് നമ്മുടെ സ്റ്റീഫൻ ഗോസൺ എന്ത് ചെയ്യുന്നുണ്ട്, പോയട്രീനെ ഒരുപാട് എന്തുകൊണ്ട് പോയട്രി അപ്രീഷിയബിൾ അല്ല, എന്തുകൊണ്ട് പോയട്രി അംഗീകരിക്കപ്പെടാൻ പാടില്ല, അങ്ങനെ കുറെ പോയിന്റ്സ് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ പോയിന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അതിനുള്ള റിപ്ലൈ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിലിപ്പ് സിഡ്നി ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ വർക്ക് ബിഗിൻ ചെയ്യുന്നത് മൊത്തം പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വ്യൂസ് ഓൺ ഓൾ ദീസ് തിങ്, ട്രാജഡി ആയാലും ഡ്രാമ, ഓരോന്നിനും അവരുടെ വ്യൂസ് അവർ പറയുന്നുണ്ട്. ഒരു ക്രിറ്റിസിസം വർക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിൽ പ്ലേറ്റോ എന്ത് ചെയ്യുന്നില്ല, പോയട്രിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ പ്ലേറ്റോന്റെ വർക്കില് പോയട്രിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ പ്ലേറ്റോന്റെ പോയിന്റ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിഫൻസ് ഓഫ് പോയസി എന്ന് പറയുന്ന വർക്കില് സിഡ്നി അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് വരുന്ന ഒരു കോട്ടാണ് കേട്ടോ ഇത് ജസ്റ്റ് അത് നമുക്കൊന്ന് വായിക്കാം. ത്രീ ജനറൽ കൈൻഡ്സ്. പോയട്രിക്ക് ത്രീ കൈൻഡ്സ് ഉണ്ട്, മൂന്ന് ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് സ്റ്റേറ്റ് ഉണ്ട് ഓഫ് പോയട്രി. ദാറ്റ് ദ ചീഫ്, ഒന്ന് ചീഫ് ആണ്, ബീങ് റിലീജിയസ് വിച്ച് ഇമിറ്റേറ്റ് ദ ഇൻകൺസീവബിൾ എക്സലൻസീസ് ഓഫ് ഗോഡ്. ഓരോ പോയിന്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും കേട്ടോ ഇതില്. അപ്പൊ ഈ ഒരു കോട്ട് ചിലപ്പോ ഇങ്ങനെ തന്നെ തന്നിട്ട് ഇത് ഏത് വർക്കിൽ നിന്നുള്ളതാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. Philosophical and imitative poetry written by right poets who teach and delight. അപ്പോ സിഡ്നിന്റെ പോയട്രീനെ കുറിച്ചുള്ള നോഷൻസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു കോട്ട് ഞാൻ അതിൽ നിന്ന് എടുത്തുള്ളതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നത്. അപ്പോ എന്താണ് ഡിഫൻസ് ഓഫ് പോയട്രിയിൽ സിഡ്നി പോയട്രിനെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ബിഫോർ ദാറ്റ്, സ്കൂൾ ഓഫ് അബ്യൂസ് എന്താണെന്ന് നോക്കാം. സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്നത് 1579 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്.
ഇതില് ഓഫ് ഇമ്മോറൽ ബിഹേവിയർ, അല്ലെങ്കിൽ പോയട്രി എന്താണ് ഇമ്മോറൽ ബിഹേവിയർ ആണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സ്കൂൾ ഓഫ് അബ്യൂസില് മെയിൻലി പോയട്രി മാത്രമല്ല, പോയട്രി ആൻഡ് ഡ്രാമ, സ്റ്റേജ് പ്ലേസ് ഇല്ലേ, അതിനെയൊക്കെ കളിയാക്കുന്നുണ്ട് ട്ടോ. അതൊക്കെ നല്ലതല്ല, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു ഗുഡ് ഇമോറൽ ടീച്ചിങ്സും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു മേജർ പോയിന്റ് ആണ് ക്രിട്ടിക് ഓഫ് ഇമ്മോറൽ ബിഹേവിയർ. ഈ പോയട്രി പിന്നെ എന്താണ് കൊടുക്കുന്നത്, ആളുകളെ ഇമ്മോറൽ ബിഹേവിയർ ആണ് ടീച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ കണ്ടംനേഷൻ ഓഫ് വൈസ് ആൻഡ് കറപ്ഷൻ, വൈസ് ആയിട്ടുള്ള ഇമ്മോറൽ ആയിട്ടുള്ള, വൈസ് എന്ന് പറഞ്ഞാൽ ഇമ്മോറൽ എന്നുള്ള മീനിങ് ആണ്. ആൻഡ് ഇമ്മോറൽ ആൻഡ് കറപ്ഷൻ, കറപ്ഷൻ ആണ് ഇമ്മോറൽ ആണ് ടീച്ച് ചെയ്യുന്നത്. ഡിഫൻസ് ഓഫ് വേർച്യു ആൻഡ് മൊറാലിറ്റി, മൊറാലിറ്റീനെ പാടെ നെഗ്ലക്ട് ചെയ്യാണ് പോയട്രിയിലും ഈ ഡ്രാമയിലൊക്കെ ചെയ്യുന്നത്. ഈ ഡ്രാമ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അന്നത്തെയൊക്കെ ഡ്രാമയില് പോംസും പോംസ് ആൻഡ് സ്റ്റോറീസ് മിക്സഡ് അപ്പ് ആണ്. അപ്പോ പോയട്രി ഇല്ലാണ്ട് ഒരു ഡ്രാമ, അപ്പൊ അത് രണ്ടും സെയിം ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡ്രാമ ഇപ്പോഴാണ് രണ്ട് രണ്ട് അതായത് പണ്ടത്തൊക്കെ അവരുടെയൊക്കെ ഡയലോഗ് ഒക്കെ പോയറ്റിക് ആയിരിക്കും. അപ്പൊ പോയട്രി ഇല്ലാത്തൊരു ഡ്രാമ ഉണ്ടാവില്ല. അപ്പൊ രണ്ടിനെയുമാണ് സ്കൂൾ ഓഫ് അബ്യൂസിൽ എന്ത് ചെയ്യുന്നുള്ളത്, ആം, ഇതില് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആൻഡ് ടാർജറ്റഡ് അബ്യൂസസ് എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ ആൻഡ് പ്ലേ ഹൗസസ് ഒക്കെ എന്താണ് പ്രൊമോട്ടിങ് ഇമ്മൊറാലിറ്റി, ഇമ്മൊറാലിറ്റി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായത് ഈ അന്നത്തെ ഒരു പോമിലൊക്കെ ഇപ്പൊ നമ്മള് സ്പെൻസറിന്റെ കാര്യം പറഞ്ഞപ്പോഴും, ഇപ്പൊ ഷേക്സ്പിയറിന്റെ വർക്ക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലവ് ആൻഡ് ഈ ഇമോറൽ ആയിട്ടുള്ള ലവ് അഫയേഴ്സ്, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഇതിലൊരു തീമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ഗോസം എന്ത് ചെയ്യുന്നത്, കളിയാക്കുന്നത് കേട്ടോ. ആൻഡ് എക്സസീവ് ലക്ഷറി ആൻഡ് എക്സ്ട്രാ വേഗൻസ്, അപ്പൊ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എക്സസീവ് ലക്ഷറീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കാണുന്ന സമയത്ത് ഓഡിയൻസിനും ഇത് ഇവരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, ഇത് അതായത് ഈ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയില്ലേ, അപ്പൊ അതായത് ജസ്റ്റ് ഒരു മെന്റൽ പ്ലീസിങ്, അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ എന്നതിലുപരി ഓഡിയൻസിനെ, ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പോം വായിക്കുന്നവർക്ക് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും എന്നാണ് ഗോസം പറയുന്നത്. ഓക്കെ, മേജർ പോയട്രിയുടെ തീം ലവ് അഫയേഴ്സും, ഇപ്പൊ പോയട്രി നമ്മൾ നേരത്തെ സിഡ്നിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഉം, എന്താണ് അവരുടെ ഒരു പിന്നെ മിസ്ട്രസിന്റെ, അല്ലെങ്കിൽ ഈ മിസ്ട്രസ് എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണല്ലേ, അതാണ് ഒരു പോയട്രിയിലെ ഒരു തീമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പോംസ് ആണ് അന്നത്തെ മിക്ക പോംസും. അതുപോലെ ഷേക്സ്പിയറിന്റെ വർക്കിലൊക്കെ ഒരുപാട് ഇമ്മോറൽ ആയിട്ടുള്ള, ഇമ്മോറൽ മീൻസ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അതുപോലെ ഇപ്പൊ സ്പെൻസറിന്റെ വർക്കിൽ തന്നെ, സ്പെൻസറിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ സ്പെൻസർ വാസ് ഇൻ ലവ് വിത്ത് വൺ ലേഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഇവരുടെ ലവ് അഫയേഴ്സും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും അതിനെയൊക്കെ വേർച്യു ചെയ്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തീമായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഇത് വായിക്കുന്ന ഓഡിയൻസിന് ഇതൊക്കെ ശരിയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മാർക്കുണ്ടാകും, ഓഡിയൻസിന് ഉണ്ടാകും, അല്ലെങ്കിൽ റീഡേഴ്സിന് ഉണ്ടാകും എന്നുള്ളതാണ് ഗോസോൺ പറയുന്ന ഒരു മെയിൻ പോയിന്റ്. ആൻഡ് കറപ്ഷൻ എമംഗ് ക്ലേർജി ആൻഡ് നൊബിലിറ്റി, കറപ്ഷൻ എമംഗ് ക്ലേർജി ആൻഡ് നൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഗോസോൺ എന്താണ്, ഒരു പ്യൂരിറ്റൻ ആണ്. പ്യൂരിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓൺലി റിലീജിയസ് ബേസ്ഡ്, റിലീജിയസ് ആയിട്ടുള്ള ഈ ലിറ്ററേച്ചറിന് ഒരു വാല്യൂ കൊടുക്കാത്ത, ലിറ്ററേച്ചർ ശരിയല്ല എന്ന് പറയുന്ന, സ്ട്രിക്ട്ലി റിലീജിയസ് നോംസ് ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് പ്യൂരിറ്റൻ എന്ന് പറയുന്നത്. ഈ ഗോസോൺ ഒരു പ്യൂരിറ്റൻ ആയിരുന്നു. അതായത് ക്ലേർജി പീപ്പിൾ, അതായത് ചേർച്ചിലെ നോബിൾ പീപ്പിൾ, ചേർച്ച്മാൻ ഉണ്ടല്ലോ, ബിഷപ്പ്, ആർച്ച് എന്നൊക്കെ പറയുന്ന ഒരു സുപ്പീരിയർ പോസ്റ്റിലുള്ള അവരെ മാത്രം ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബൈബിളിനെ മാത്രം നമ്മൾ ബേസ് ചെയ്യാൻ പാടുള്ളൂ, ബൈബിൾ പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. അതിന് ഈ ബൈബിളിൽ പറയുന്ന പ്രിൻസിപ്പിൾസും
ലിറ്ററേച്ചറിൽ വരുന്ന പോയിന്റ്സും രണ്ടും എഗൻസ്റ്റ് ആണ്. അതുകൊണ്ട് ലിറ്ററേച്ചർ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നൊക്കെ വാദിക്കുന്ന ഒരാളാണ് സ്റ്റീഫൻ ഗോസൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ കറപ്ഷൻ എമംഗ് ക്ലേർജി ആൻഡ് നോബിലിറ്റി, നോബിൾ പീപ്പിൾ ആണ് മെയിൻലി ഈ എന്താണ് ഉം, ഈ ഡ്രാമയിലൊക്കെ പ്ലേസിലൊക്കെ പ്ലേ ഉണ്ടല്ലോ ഡ്രാമ, അതിലൊക്കെ എന്താവുന്നത് നോബിൾ പീപ്പിളിന്റെ ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇവര് കറപ്ഷൻ ചെയ്യുന്ന സമയത്ത് ആളുകൾ വിചാരിക്കും അവര് ചെയ്യുന്നത് ശരിയാണ്, അങ്ങനെ ആകുമ്പോ നമുക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഏഹ്, ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നാണ് ഗോസോൺ പറയുന്നത്. ആൻഡ് ഫോൾസ് ഫ്ലാറ്ററി ആൻഡ് സെക്കോഫനി, ഈ ഫോൾസ് ഫ്ലാറ്ററി, മറ്റുള്ളവരെ ആവശ്യമില്ലാതെ പുകഴ്ത്തുന്ന ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഈ പ്ലേസിലൊക്കെ ഉണ്ടാവും. നമ്മള് മറ്റുള്ളവരെ ഇങ്ങനെ അനാവശ്യമായിട്ട് പുകഴ്ത്തുക. അപ്പൊ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇമ്മോറാലിറ്റി ഇൻ തിയേറ്റർ ലീഡ്സ് ടു സൊസൈറ്റിയൽ ഡീകേ. ഈ തിയേറ്റർ വർക്സില് ഇതുപോലെ തിയേറ്ററിലൊക്കെ ഇങ്ങനെ, തിയേറ്റർ എന്ന് പറയുന്നത് അന്നത്തെ പ്ലേ ഒക്കെ ഡെപിക്ട് ചെയ്യുന്ന സ്ഥലം, പ്ലേസ്. എന്താണ് ഡ്രാമ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ്ഡ് ആണ് എന്നൊക്കെ. അപ്പൊ ഇത് കാണുന്ന സമയത്ത് സൊസൈറ്റീനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്കൂൾ ഓഫ് അബ്യൂസിൽ വരുന്ന ആർഗ്യുമെന്റ്സ്. ലക്ഷറി ആൻഡ് എക്സസ് കറപ്റ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി, ആളുകളെയും സൊസൈറ്റീനെയും ഒക്കെ കറപ്റ്റഡ് ആക്കുന്നു. വെർച്യു ആൻഡ് മൊറാലിറ്റി ആർ എസെൻഷ്യൽ ഫോർ സൊസൈറ്റിയൽ വെൽബീങ്. അപ്പോ സ്കൂൾ ഓഫ് അബ്യൂസിൽ മെയിൻലി പറയുന്ന പോയിന്റ്സ്. അപ്പൊ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ സിഡ്നി ഡിഫൻസ് ഓഫ് പോയസിയിൽ എന്താണ് പറയുന്നത് നോക്കാം. അപ്പൊ ഇതിൽ പറയുന്നത് പോയട്രി ഇസ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് യൂണിവേഴ്സൽ ഫോം ഓഫ് ലിറ്ററേച്ചർ. ഈ ഗോസോൺ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ പോയട്രിനെ കുറിച്ച്, അത് ശരിയല്ല ഇത് ശരിയല്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിന് എഗൻസ്റ്റ് ആയിട്ട് സിഡ്നി പറയാണ് പോയട്രി എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ്. യൂണിവേഴ്സൽ ഇൻ ദ സെൻസ് എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു ജാനർ ആണ് എന്ത് പോയട്രി. പോയട്രി ഈസ് സുപ്പീരിയർ ഫോം ഓഫ് നോളജ് സർപാസിംഗ് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി. ഏറ്റവും നോബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ത്, ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി അല്ലെ. പക്ഷെ ഈ ഹിസ്റ്ററിനെക്കാളും ഫിലോസഫിനെക്കാളും പോയട്രി സുപ്പീരിയർ ആണ് ഇൻ ദ കേസ് ഓഫ് നോളജ്. ആളുകളെ ടീച്ച് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിൽ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്തിനുണ്ട്, പോയട്രിക്ക് ഉണ്ട്. പോയട്രി ഹാസ് ദ പവർ ടു ഇൻസ്പയർ വെർച്യു ആൻഡ് മോറൽ ഇംപ്രൂവ്മെന്റ്. പോയട്രി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മോറൽ ആയിട്ടുള്ള ടീച്ചിങ്സ് അല്ല കൊടുക്കുന്നത്, പകരം ആളുകളെ വെർച്യു ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ മോറൽ ഇംപ്രൂവ്മെന്റ് ആണ് ആളുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഫാൾസ്ഹുഡ് ആണ് എന്ന് പറയുന്നുണ്ട്, ചാർജ് ഓഫ് ഫാൾസ്ഹുഡ്. പോയട്രി പേർപ്പസ് ഈസ് ടു കൺവേ ട്രൂത്ത് നോട്ട് ലൈസ്. പോയട്രി ട്രൂത്ത് ആണ് പറയുന്നത്, പകരം എന്തല്ല, നുണകളല്ല പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്. യൂസ്ലെസ്നെസ്. അപ്പോ പോയട്രി യൂസ്ലെസ് ആണ് എന്നാണ് ഗോസൺ പറയുന്നത്. അതിന് പറയുന്നത് പോയട്രി ഹാസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻസ്പയറിംഗ് വെർച്യു ആൻഡ് സിവിക് ഡ്യൂട്ടി. വെറുതെ വായിച്ച് സമയം കളയുക എന്നതിലുപരി പോയട്രിക്ക് എന്തുണ്ട്, നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി എന്തിനുണ്ട്, പോയട്രിക്ക് ഉണ്ട്. ഓക്കെ. ആൻഡ് ഇൻസ്പയറിംഗ് വെർച്യു ആൻഡ് സിവിക് ഡ്യൂട്ടി, ആളുകളെ വെർച്വസ് ആക്കുന്നതിൽ വലിയ രീതിയിൽ ഒരു പങ്ക് പോയട്രിക്ക് ഉണ്ട്. എഗൻസ്റ്റ് ചാർജ് ഇമ്മോറാലിറ്റി ആണ് കൊടുക്കുന്നത് എന്ന് പറയുന്നതിന് പകരം പോയട്രി ക്യാൻ പ്രൊമോട്ട് മോറൽ വാല്യൂസ് ആൻഡ് കണ്ടം വൈസ്. ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെ തിരുത്താനും മോറൽ വാല്യൂസ് ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമുള്ള പവർ എന്തിനുണ്ട്, പോയട്രിക്ക് ഉണ്ട് എന്നാണ് ഡിഫൻസ് ഓഫ് പോയട്രിയിൽ സിഡ്നി പറയുന്നത്. അപ്പൊ അതെന്താ എങ്ങനെയാ നോക്ക്. സിഡ്നി ഒബ്ജെക്ഷൻസ് റേസ്ഡ് ബൈ ക്രിട്ടിക് സ്റ്റീഫൻ ഗോസോൺ. അപ്പൊ താഴെ പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്, ഗോസോണിന്റെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ പോയിന്റ്സിനെ സിഡ്നി എഗൻസ്റ്റ് ആയിട്ട് പറയാണ്. മിസ്യൂസ് ഓഫ് പോയട്രി, ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, പോയട്രി ആരെയെങ്കിലും തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരിക്കലും എന്തല്ല, പോയട്രിക്കല്ല,
ഓക്കെ. അതായത് ഗോസോൺ പറയുന്നത് പോയട്രി ആളുകളെ തെറ്റായ വഴിയിലേക്ക് അല്ലെങ്കിൽ ഇമ്മോറൽ ടീച്ചിങ് കൊടുക്കുന്നു, ഇമ്മോറാലിറ്റിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരെയെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പോയട്രിക്കല്ല. പക്ഷെ എന്താണ്? ബിക്കോസ് ഇറ്റ് മിസ്യൂസ് ഓഫ് പോയട്രി ബൈ സം ഇൻഡിവിജ്വൽസ്. ഏതെങ്കിലും ഒരു വ്യക്തി പോയട്രിനെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് പോയട്രി ആരെയും എന്താക്കില്ല? ഡയറക്റ്റ് ഇമ്മോറാലിറ്റിയിലേക്ക് ലീഡ് ചെയ്യില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ആള് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്ത് ചെയ്യാണ്? പോയട്രിനെ മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഓരോ കാര്യങ്ങളും ഇപ്പൊ നല്ല ഒരുപാട് കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പോയട്രിനെയും മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പോയട്രി ക്യാൻ ടു ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഇൻഡിവിജ്വലൈസ് ഇറ്റ്സ് ഓവറോൾ വാല്യൂ. അതെന്ത് ചെയ്യുന്നില്ല? എല്ലാ വ്യക്തികൾക്കും അത് ചാർത്തി കൊടുത്തിട്ട് അതിന്റെ കുറ്റം എന്ത് ചെയ്യാൻ പാടില്ല? പോയട്രിയില് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പോയട്രിന്റെ റോളിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സിഡ്നി ആർഗ്യൂസ് ദാറ്റ് ക്രിട്ടിക്സ് മിസ്അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ റോൾ ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് പോയട്രി. പോയട്രിന്റെ യഥാർത്ഥത്തിലുള്ള റോൾ എന്താണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. ആൻഡ് മോറൽ എക്സാമ്പിൾസ് ആൻഡ് ഇമാജിനേറ്റീവ് വിഷൻസ് ദാറ്റ് ക്യാൻ ലീഡ് ടു എ ബെറ്റർ സൊസൈറ്റി. ഈ പോയട്രിയിലൊക്കെ ചെയ്യുന്നത് എന്താണ്? ഒരു ഇമാജിനേഷൻ ആണ് പോയറ്റ് ചെയ്യുന്നത്. അല്ലെ? അല്ലെങ്കിൽ അതില് ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള ഇമാജിനേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആ പോയറ്റിന്റെ വിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷൻസ് ഒക്കെ ആളുകൾക്ക് ഒരു ബെറ്റർ സൊസൈറ്റി എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഹിന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതായത് പോയട്രി എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസം ആണ്. ഓക്കെ. അതായത് റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഇപ്പൊ നമ്മള് ആഹ് സ്പെൻസറിന്റെ വർക്ക് പ്രോത്തലാമീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോത്തലാമീൻ പറഞ്ഞ സമയത്ത് പോയറ്റ് ഈസ് വെരി സാഡ് അബൌട്ട് ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ദാറ്റ് പൊളിറ്റിക്കൽ കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ? എലിസബത്തൻ കോർട്ടിലുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസിന് എഗൻസ്റ്റ് ആയിരുന്നു പോയറ്റ്. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആയതുകൊണ്ട് പോയറ്റ് സാഡ് ആയിരുന്നു. ആ ഒരു വർക്ക് എഴുതുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു പ്രോത്തലാമീൻ എന്ന് പറയുന്ന വർക്ക് എഴുതുന്ന സമയത്ത് പോയറ്റ് സാഡ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസം ആയിട്ടാണ് നല്ല എന്തോ ഒരു ഇപ്പൊ നമ്മള് സാഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല മെമ്മറീസ് എന്തെങ്കിലും ഓർത്തിട്ട് നമ്മള് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അതാണ് പ്രോത്തലാമിയൻ എഴുതുന്ന സമയത്ത് സ്പെൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെ? അപ്പോ സ്പെൻസർ സാഡ് ആയിരുന്ന സമയത്ത് ഒരു നല്ല കാര്യം ഓർക്കാണ്. അങ്ങനെയാണല്ലോ ആ ഒരു മാരേജ് സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുന്നത്. ഓർമ്മയില്ലേ? അപ്പൊ അങ്ങനെയാണ് പോയറ്റ് ചെയ്യുന്നത്. ഒരു റിയാലിറ്റി ബാഡ് ആകുന്ന സമയത്ത് നല്ല കാര്യങ്ങളെ കുറിച്ച് ഇമാജിൻ ചെയ്യാണ് പോയറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ ഇമാജിനേഷൻ പോയറ്റിന്റെ മൈൻഡിലുള്ള ഇമാജിനേഷൻ അല്ല ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങളാണ് ഇമാജിൻ ചെയ്യുക. ഓക്കെ. നല്ല കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് ഇത് വായിക്കുന്ന റീഡറിനും ആ ഒരു പോയറ്റിന്റെ മൈൻഡിലുള്ള ബെറ്റർ വേൾഡിനെ കുറിച്ചുള്ള ഇമാജിനേഷൻ എന്ത് ചെയ്യും? ഈ റീഡറിന് ആ ഒരു ബെറ്റർ സൊസൈറ്റി എങ്ങനെയാവണം എന്നുള്ള ഒരു ഇമാജിനേഷൻ കൊടുക്കും. അപ്പൊ അതിലേക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി റീഡറിനും ഉണ്ടാകും. അങ്ങനെയാകുന്ന സമയത്ത് പോയറ്റ് ചെയ്യുന്നത് എന്താണ്? ആളുകൾക്ക് നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പം ഇതില് പറയുന്ന ചില കീ കൺസെപ്റ്റ് ഉണ്ട്. സപ്പോസ് നമ്മുടെ ക്ലാസ് ചിലപ്പോ കട്ടാകും. ഞാൻ ഉടനെ തന്നെ പുതിയ ലിങ്ക് അയക്കുന്നേക്കും. അതായത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ട്ടോ. ഈ ക്ലാസ് ഒന്ന് റെക്കോർഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ അത് കടന്നിട്ട് പുതിയ പുതിയ ലിങ്ക് ഷെയർ ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് തീർത്തിട്ട് ലീവ് ചെയ്യാം ട്ടോ. അപ്പൊ ഇതില് പറയുന്ന ചില കീ കൺസെപ്റ്റ്സ് ആണ് മിമസിസ്. ഈ മിമസിസ് കത്താസിസ് എന്നൊക്കെ പറയുന്നത് ആര്? പ്ലേറ്റോ, അരിസ്റ്റോട്ടലിന്റെ പോയിന്റ്സ് ആണ് ല്ലേ? അപ്പൊ അതിനെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ആര്? സിഡ്നി. അതേ പോയിന്റ്സിലേക്ക് ഈ കൺസെപ്റ്റ് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അതില് പറയുന്നത് മിമസിസ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ ആണ്. അല്ലെ? പോയട്രി ഈസ് ദ ഇമിറ്റേഷൻ എന്നൊക്കെയാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. ആൻഡ് പോയട്രി ഇമിറ്റേറ്റ്സ് റിയാലിറ്റി. സിഡ്നി പറയുന്നു പോയട്രി എന്ത് ചെയ്യാണ്? റിയാലിറ്റീനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്.
ബട്ട് ഇംപ്രൂവ്സ് അപ്പോൺ ഇറ്റ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, റിയാലിറ്റീനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ റിയാലിറ്റീനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഇമാജിനേഷൻസ് ആഡ് ചെയ്തിട്ട്. പോയട്രി എന്ന് പറയുന്നത് റിയാലിറ്റി തന്നെയാണ്. റിയാലിറ്റീന്റെ ഇമിറ്റേഷൻ തന്നെയാണ്. പക്ഷെ ആ റിയാലിറ്റി വേഴ്സ് ആകുന്ന സമയത്ത് ഇമാജിനേഷൻസ് ആഡ് ചെയ്തിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് എത്തോസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ്. പോയട്രി ഷേപ്സ് റീഡേഴ്സ് ക്യാരക്ടർ ആൻഡ് മോറൽ ഫൈബർ. അതായത് പോയട്രി എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരക്ടേഴ്സിനെ ഷേപ്പ് ചെയ്യുന്നു. അപ്പോ ഈ പോയട്രിയിൽ പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും? നല്ല ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വെർച്വൽ വെർച്വസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് റീഡേഴ്സിന് കൊടുക്കുന്നത്. പ്യൂരിഫിക്കേഷൻ അല്ലെ? പോയട്രി വായിക്കുന്ന സമയത്ത് ആളുകളുടെ മൈൻഡിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പോയട്രി പേർജസ് ഇമോഷൻസ് പ്രൊമോട്ടിങ് ഇമോഷണൽ ബാലൻസ്. അതായത് ചില സമയത്ത് ഇപ്പൊ നമുക്ക് സാഡ് ആയിരിക്കുന്ന സമയത്ത് ചില മെലഡി ഒക്കെ കേട്ടാല് നമുക്ക് മൈൻഡ് കാമാകുന്നു എന്ന് പറയല്ലേ? അതേപോലെ തന്നെ അന്ന് മ്യൂസിക് ഇല്ലാത്തത് കൊണ്ട് പോയട്രി ആണ് ആ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ റീഡേഴ്സിന് ഇപ്പൊ അവര് ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാഡ് ആയിരിക്കുന്ന സമയത്ത് പോയട്രി വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരുടെ മൈൻഡ് ക്ലിയർ ആകുന്നു. അല്ലെങ്കിൽ ഇമോഷണലി അവർ സ്റ്റേബിൾ ആകുന്നു. അങ്ങനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്യൂരിഫിക്കേഷൻ റോൾ ആര് ചെയ്യുന്നുണ്ട്? പോയട്രി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ 3 പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഈ 3 പോയിന്റ്സ് എന്താണ്? പ്ലേറ്റോ, അരിസ്റ്റോട്ടിലിന്റെ പോയിന്റ്സ് ആണ്. ആ അരിസ്റ്റോട്ടിലിന്റെ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോയട്രീനെ ഹയർ ആയിട്ട് വെക്കുന്നുണ്ട്. പ്ലേറ്റോ ആണ് പോയട്രിക്ക് എഗൻസ്റ്റ് സംസാരിക്കുന്നത്. അപ്പൊ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്യുന്നതാണ്? പോയട്രീനെ കുറിച്ച് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ട്രാജഡി ആണ്. ട്രാജഡി കഴിഞ്ഞിട്ട് പിന്നെ പോയട്രി ആണ് ഹയസ്റ്റ് ആ ഒരു ഹയറാർക്കിയിൽ വരുന്നത്. അപ്പോ അരിസ്റ്റോട്ടിൽ പറയുന്ന പോയിന്റ്സിനൊക്കെ സിഡ്നി എഗ്രി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ 3 പോയിന്റ്സ് അരിസ്റ്റോട്ടിലിന്റെ ക്രിറ്റിസിസത്തിൽ വരുന്നതാണ്. അത് അതേപോലെ തന്നെ സിഡ്നി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. മിമസിസ്, ഇത്തോസ് ആൻഡ് കത്താസിസ്. ഓക്കെ. ആൻഡ് ദ പോയറ്റ് ഈസ് എ മേക്കർ. അതുപോലെ തന്നെ സിഡ്നി പറയുന്ന ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എന്തുകൊണ്ട് പോയട്രി സുപ്പീരിയർ ആണെന്ന് ചോദിച്ചാല് പോയറ്റ് എന്താണ്? ക്രിയേറ്റർ ആണ്. ഒരു ഗോഡ് ചെയ്യുന്ന പണി എന്താണ്? ഗോഡ് ഈ ഡിവൈൻ ആണ്. പോയട്രി ഡിവൈൻ ആണ് എന്ന് പറയുന്നത് ഒരു ഗോഡ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ? ഒരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ് ഗോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പോയറ്റ് ഒരു ന്യൂ വേൾഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റേതായ ഒരു ന്യൂ വേൾഡ്. അതുപോലെ ഐഡിയാസും ഒക്കെ എന്താണ്? ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ പോയറ്റും എന്താണ്? ക്രിയേറ്റർ ആണ്, ഗോഡ് ആണ്, മേക്കർ ആണ്, ക്രിയേറ്റിംഗ് എ ന്യൂ വേൾഡ്. പോയറ്റ്സ് ഇമാജിനേഷൻ സർപാസസ് നേച്ചർ. നേച്ചർ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ഗോഡ് ആണ് അല്ലെ? പക്ഷെ ഈ പോയറ്റും അതേപോലെ തന്നെ പോയറ്റിന്റേതായ ഒരു ന്യൂ വേൾഡ് അല്ലെങ്കിൽ ഒരു ന്യൂ നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പോയറ്റിനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. റിയാലിറ്റിയിലുള്ള നേച്ചറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു നേച്ചർ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആർക്ക് പറ്റും? പോയറ്റിന് പറ്റും. ത്രൂ ഇമാജിനേഷൻ അല്ലെ? അവിടെ ഇമാജിനേഷനിലെ മനുഷ്യര് മാലാഖമാരെ പോലെ പറക്കുന്നതായിട്ടും പിന്നെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ അങ്ങനെ ഫുൾ ഓഫ് സ്റ്റാർസ് ഒക്കെ പറഞ്ഞിട്ട് ഏതറ്റം വരെയും ഇമാജിനേഷനിലൂടെ ആളുകളുടെ മൈൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? പോയറ്റിന് പറ്റും. അപ്പോ ഇൻ ദാറ്റ് സെൻസ് പോയറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ ബെറ്റർ നേച്ചർ അല്ലെ? അപ്പൊ അങ്ങനെ പറയുന്നത്. ദ പോയറ്റ്സ് റോൾ ഈസ് ടു ഇൻസ്പയർ ആൻഡ് എഡ്യൂക്കേറ്റ്. പോയറ്റിന്റെ റോൾ എന്ന് പറയുന്നത് തന്നെ ആളുകളെ ഇൻസ്പയർ ചെയ്യുക അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. റിയാലിറ്റിയിൽ മാത്രം ജീവിക്കുമ്പം ആളുകൾക്ക് ആ റിയാലിറ്റിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആർക്ക്? റീഡേഴ്സ് നോർമലി കോമൺ പീപ്പിളിന് പറ്റില്ല. പക്ഷെ ഒരു പോയട്രി വായിക്കുന്ന സമയത്ത് ഇതല്ല, ഇതിനേക്കാൾ ഇത്രയും നല്ലൊരു ബെറ്റർ വേൾഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഇമാജിനേഷൻ എന്ത് ചെയ്യാണ്? ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് സിഡ്നി ഈ ഒരു ഡിഫൻസ് പോയസി എന്ന് പറയുന്ന വർക്കിൽ സിഡ്നി ചെയ്യുന്നത്. ഓക്കെ.
പോയട്രി ഓവർ അതർ ഡിസിപ്ലിൻസ്. ഏറ്റവും മറ്റ് ഡിസിപ്ലിൻസ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്. ഫിലോസഫിനേക്കാളും ഹിസ്റ്ററിനേക്കാളും ഒക്കെ സുപ്പീരിയർ ആണ് പോയട്രി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാല്, he asserts that poetry is superior to other forms, learning history, philosophy, science ഇതിനേക്കാളൊക്കെ superior ആണ് പോയട്രിന്റെ പ്ലേസ്, ബിക്കോസ് ഇറ്റ് കമ്പൈൻസ് ഓൾ ദി ബെസ്റ്റ് എലമെന്റ്സ് ഓഫ് ഇറ്റ്. ഫിലോസഫിയിലുള്ള, സയൻസിലുള്ള, ഹിസ്റ്ററിയിലുള്ള എല്ലാ നല്ല പോയിന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പോയട്രി. ഓക്കെ. ആൻഡ് ബെറ്റർ ദാൻ ഫിലോസഫി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ഫിലോസഫി ടു അബ്സ്ട്രാക്ട് ആൻഡ് ഓഫൺ ടു ഡിഫിക്കൽട്ട് ഫോർ ആവറേജ് പേഴ്സൺ ടു ഗ്രാസ്പ്. അതായത് ഫിലോസഫി എന്ന് പറയുന്നത് കോമൺ പീപ്പിളിനെ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഫിലോസഫി. വെറുതെ ഫിലോസഫി പറഞ്ഞു പോകാൻ എന്താണ് എളുപ്പമാണ്. അത് പ്രാക്ടിക്കൽ ആക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് സിഡ്നിയും പറയുന്നത്. While poetry makes moral and ethical teachings accessible and enjoyable. പക്ഷേ അതേസമയം ഫിലോസഫിക്ക് കഴിയാത്ത കാര്യം പോയട്രിക്ക് പറ്റുന്നുണ്ട്. എന്താണ്? ആളുകൾക്ക് എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും, എത്തിക്കൽ ടീച്ചിങ്, എത്തിക്സിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാനും, അത് എൻജോയബിൾ ആയിട്ട് ആളുകൾക്ക് അതായത് ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുന്നത്. വെറുതെ ഫിലോസഫി എന്ന് പറയുന്നത് കുറച്ച് ടഫ് ആൻഡ് ഏരിയ ആണ്. അത് ആളുകൾക്ക് ദഹിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ അതുപോലെയല്ല പോയട്രി ആളുകൾ എൻജോയ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അത് അവർക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആകും. അപ്പൊ അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകും എന്നുള്ളതാണ്. ആൻഡ് ബെറ്റർ ദാൻ ഹിസ്റ്ററി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, ഹിസ്റ്ററിയിൽ പറയുന്നത് സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ശരിക്കും എന്ത് സംഭവിച്ചു എന്ന് മാത്രമാണ് ഹിസ്റ്ററി പറയുന്നത്. അപ്പൊ അവിടെ ശരിയും തെറ്റും ഒക്കെ ഉണ്ടാകും. അല്ലെ? ഹിസ്റ്ററി എപ്പോഴും നോബൽ പീപ്പിളിന്റെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഹിസ്റ്ററിയിൽ ഉണ്ടാവുക. അവിടെ ഒരു ബാഡ് പേഴ്സണിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിൽ പറയും. പക്ഷെ പോയട്രി എന്താണ്? എക്സ്പ്ലോർ വാട്ട് കുഡ് ഓർ ഷുഡ് ഹാപ്പൻ. എന്താണ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ എന്താകാം, ബെറ്റർ വേൾഡിനെ കുറിച്ചാണ് എപ്പോഴും പോയട്രിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പോയട്രി ഹാസ് ദ പവർ ടു ഇൻസ്പയർ ബൈ പ്രസന്റിംഗ് ഐഡിയൽ ആക്ഷൻസ് ആൻഡ് ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതാണ് പറയുന്നത്. ഹിസ്റ്ററി പറയുന്നത് റിയൽ ആയിട്ട് സംഭവിച്ച കാര്യങ്ങൾ. അവിടെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത വൈസ് ടീച്ചിങ്സ് കൊടുക്കുന്നുണ്ടാകും. നല്ല ആളിനെ കുറിച്ചുള്ള ഹിസ്റ്ററി മാത്രമല്ലല്ലോ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. മോശമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പോയട്രിയിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോ ഗുഡ് ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ഗുഡ് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് ഗുഡ് ക്യാരക്ടേഴ്സിലൂടെ ആളുകളെ ഇൻസ്പയർ ചെയ്യാനും ഐഡിയൽ നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് ടീച്ചിങ്സ് റീഡേഴ്സിന് കൊടുക്കാനും പോയട്രിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്താണ്, ഫിലോസഫിനെക്കാളും ഹിസ്റ്ററിനെക്കാളും ഒക്കെ ബെറ്റർ എപ്പോഴും പോയട്രി ആണ് എന്നാണ് സിഡ്നി ആർഗ്യൂ ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്രയും?